ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമമാറാകട്ടെ. കർത്തൃ ദിവസത്തിൽ ആരാധനയ്ക്ക് ശേഷം ഇതേയും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ തിരുവചനമായ അല്പസമയം നമുക്ക് ദൈവാധിപത്യത്തിലായിരിക്കാൻ പരിശുദ്ധ ആത്മാവ് സഹായിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ദിവസവും വിവിധങ്ങളായ പ്രശ്നങ്ങളാൽ ഹല്ലേലൂയ നമ്മുടെ രാജ്യവും ദേശവും ഒക്കെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. ഓരോന്നിനും ശാന്തം വരുമ്പോൾ മറ്റൊന്ന് ഇങ്ങനെ കയറി വരുന്ന ഒരു നാളുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. സ്തോത്രം. എന്ത് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ ജനം ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാളുകൾ. ഭരണാധികാരികൾക്ക് പോലും പലപ്പോഴും ഒരു അപ്പുറത്തേക്ക് ചെയ്യുവാൻ കഴിയാത്ത നിലയിൽ പകച്ചു പോകുന്ന നമുക്കറിയാം. നിസ്സാരമാണ് ഇപ്പോഴത്തെ നമ്മുടെ പട്ടികടികളുടെ വിഷയം. ഹല്ലേലൂയ. അതിൻ്റെ വാക്സിനേഷൻ എടുത്തവരും ഹല്ലേലൂയ മരിക്കുന്നു. ജീസസ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സർക്കാരിനും എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയാതെ നിൽക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. സപ്ലൈ ചെയ്യുന്ന വാക്സിൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്തതും അത് നിമിത്തം കടിയേൽക്കുന്നവർ മരിച്ചു പോകുന്നു. ജീസസ്. ഇതുപോലെ പ്രശ്നങ്ങൾ ഹല്ലേലൂയ. നമുക്കറിയാം കോവിഡ് പൂർണ്ണമായി നമ്മളെ വിട്ടുപോയിട്ടില്ല. സ്തോത്രം. അതിൻ്റെ കൂട്ടത്തിലാണ് പല വിധത്തിലുള്ള വൈറസുകൾ വന്നു. സ്തോത്രം. പല വിധത്തിലുള്ള പനികൾ വന്നു. ഇന്നും കണ്ടുപിടിക്കാത്ത പല രോഗങ്ങളും ഇപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കുന്നു. ഡോക്ടർമാർക്ക് പോലും ഇതെന്താണെന്ന് മനസ്സിലാകാത്ത നിലയിൽ ജീസസ്. പല ഡോക്ടർമാരും അങ്ങനെ പറയുന്നുണ്ട്. സ്തോത്രം. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ ഹല്ലേലൂയ ഓരോ തൊപ്പിച്ചു വരുന്ന നിലയിലുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് വിടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്തോത്രം. നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ദൈവം തന്റെ ജനത്തിന് ശക്തി നൽകുന്നു. സ്തോത്രം. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയും. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ഹല്ലേലൂയ നമ്മുടെ മേൽ പകരുകയും അത് പിന്നെയും പിന്നെയും ശക്തിയെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. അങ്ങനെ ശക്തി പുതുക്കി വന്നെങ്കിലേ ഹല്ലേലൂയ പവർ കുറഞ്ഞു പോകാതെ, അല്ലെങ്കിൽ ബാറ്ററിയുടെ ചാർജ് കുറഞ്ഞു പോകാതെ ഫുൾ പവറിൽ നിൽക്കുന്നത് പോലെ നാമും കർത്താവിൽ നിന്ന് പ്രാപിച്ച് ഫുൾ പവറിൽ നിൽക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മറുവശം മറക്കണ്ട. മറുവശത്തും ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന് മേൽ ശക്തി പകർന്ന് ഫുൾ പവറിൽ നിർത്തുമ്പോൾ പിശാച് തന്റെ ദൂതന്മാർക്ക്, തന്റെ കിങ്കരന്മാർക്ക് തന്റെ ശക്തി പിന്നെയും പകർന്നു കൊടുത്തുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തിയോടെയാണ് ഇപ്പോൾ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു ഹല്ലേലൂയ ഒരു ഓപ്പണിംഗ് കിട്ടിയാൽ അതിനെ അതിശക്തമായി പ്രവർത്തിച്ച് വിശാലമാക്കുന്ന ഹല്ലേലൂയ സ്തോത്രം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു അപകടം ഉണ്ടായാൽ തുടരെ അങ്ങ് അപകടത്തിന്റെ ഒരു ഘോഷയാത്ര പോലെ ആക്കിക്കളയുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. ജീസസ്. വെള്ളത്തിൽ വീണ മരണമാണെങ്കിൽ പിന്നെ വെള്ളത്തിൽ വീണ മരണം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഘോഷയാത്ര പോലെ ഇങ്ങനെ പൈശാചിക പ്രവർത്തനങ്ങളും അതിശക്തമായി ഹല്ലേലൂയ വന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ ദൈവജനം ഉണരേണ്ട ദിവസങ്ങളും കാലങ്ങളുമാണിത്. ദൈവജനം ഉണർന്ന് പ്രാർത്ഥിക്കേണ്ട കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഉണർന്ന് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിലെ പ്രാർത്ഥനയോ കാര്യങ്ങളോ പോരാ. അപ്പോൾ തന്നെ വചനത്താലുള്ള പോഷണം ശക്തമായി ഹല്ലേലൂയ പ്രാപിക്കേണ്ട നാളുകളിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വചനം ശരിയായി നമ്മൾ ഗ്രഹിക്കുകയും അതിൽ വിശ്വസിക്കുകയും അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നിയെങ്കിലേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാം, ഈ നാളുകളിൽ ഒരുപാട് പേര് പുറകോട്ട് പോകുന്നുണ്ട്. അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നന്നായി നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ഒരിക്കൽ കൃപയെ ആസ്വദിച്ചവർ, ജീസസ്, ആ നല്ല കർത്താവിന്റെ നല്ല ദാനങ്ങളെ അനുഭവിച്ചവർ, ഹല്ലേലൂയ, ഈ പ്രതികൂലങ്ങൾ വന്നപ്പോഴേക്കും സാവകാശം പുറകോട്ട് പോയി
പഴയത് കാലത്ത് അവരെവിടെ ആയിരുന്നോ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് എവിടെ ആയിരുന്നോ, ആ ഒരു അനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുന്നൊരു കാഴ്ച നമ്മൾ ഈ നാളുകളിൽ കാണുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ആദ്യം എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം, നിത്യതയെ കുറിച്ചൊരു ദർശനം വാസ്തവമായി പ്രാപിക്കാത്തവരാണ് പുറകോട്ട് പോകുന്നത്. അല്ലെങ്കിൽ നിത്യത എന്താണ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മമനുഷ്യൻ ഹല്ലേലൂയ ഇന്ന് ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടാൽ എവിടെ പോകുമെന്നുള്ള യഥാർത്ഥമായ ആ അറിവ് പ്രാപിച്ചവർ പുറകോട്ട് പോകത്തില്ല. എന്ത് കഷ്ടം വന്നാലും അവർ പുറകോട്ട് പോകത്തില്ല. അതല്ലേ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന, വലിയ വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ ഇതെല്ലാം ചപ്പും ചവറെന്ന് എണ്ണുകയാണ്. ഏതാ ഈ ലോകത്തിൽ കാണുന്നല്ല. ജീസസ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ നാളുകളിൽ നാം വചനത്തിൽ നന്നായി ഉറയ്ക്കണം. വചനം കൊണ്ട് തന്നെ നമ്മളെ ഹല്ലേലൂയ ചിന്തകൾ മാറ്റിവിട്ട് ഏകാഗ്രത തെറ്റിച്ച് അതങ്ങനെയാണോ ഇതിങ്ങനെയാണോ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കി. നമുക്കറിയാം, യേശുവിന്റെ അടുക്കൽ ചെന്ന് ഹല്ലേലൂയ നീ ദൈവപുത്രനല്ലേ, ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. ജീസസ്. അമ്മച്ചിയോട് ചോദിച്ചു, ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജീസസ്. സംശയപ്പെടുകയാണ്. ജീസസ്. ഇങ്ങനെ സംശയമിട്ട് പലരെയും തെറ്റിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനത്തിൽ നല്ല ഉറപ്പ് പ്രാപിക്കണം. വചനത്തിന്റെ ആഴത്തിൽ, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നണം. ക്രിസ്തുവിൽ ആഴത്തിൽ വേരൂന്നണമെങ്കിൽ അത് വചനത്തിൽ കൂടിയാണ് സാധിക്കുന്നത്. വചനം അതിന്റെ പൂർണ്ണതയിൽ ആരെയും വിമർശിക്കുന്നവരെന്ന് പറയാം. നമ്മൾ അവരെ ഒന്ന് ശ്രദ്ധിക്കാൻ പോയാൽ നമ്മളുടെ ആരെയും ആത്മീയ ജീവിതം ക്ഷീണിച്ചു പോകും, തളർന്നു പോകും, നമ്മൾ പുറകോട്ട് പോകും. ഹല്ലേലൂയ. അയ്യോ അതങ്ങനെ, അത് എങ്ങനെ പറഞ്ഞില്ല, ശരിയാണോ? നമ്മൾ അങ്ങനെ കേൾക്കാനും ചിന്തിക്കാനും തുടങ്ങിയാൽ തന്നെ ഹല്ലേലൂയ നമുക്ക് ആത്മീയ ക്ഷീണം സംഭവിക്കും. പിശാച് കയറി കള വിതയ്ക്കും. ജീസസ്. അല്ലെങ്കിൽ അതിനിടം കൊടുക്കാതെ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ, വചനത്തിൽ ഉറയ്ക്കുവാൻ, വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ പത്യവചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായം 7-8 2 വാക്യങ്ങൾ നമുക്ക് ചേർന്ന് വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം 7-8. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞലും മുളപ്പിച്ചാലോ അത് കൊടക്കാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു. ചുട്ടുകളക അത്രേ അതിന്റെ അവസാനം. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി പറയുന്നു, അവിടെ മേഖലയിൽ പിന്മാറി പോകുന്നവരെ പിന്നെ ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല എന്ന് പിന്മാറിപ്പോകുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടാണ് അടുത്ത വാക്യം പറയുന്നത്. എന്നാ പറയുന്നത്? പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. അതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഈ വാക്കുകൾ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം പലപ്പോഴും മഴ പെയ്യുന്നുണ്ട്. ആ മഴയാകുന്ന വെള്ളം കുടിച്ചിട്ട് ഭൂമി എന്ത് ചെയ്യാണ്? സ്തോത്രം. കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്നവരുടെ ഇഷ്ടത്തിനൊത്ത് എന്ത് ചെയ്യാണ്? സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ അവ എന്താ പറയുന്നത്? ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ കൃഷി ചെയ്യുന്നവന്റെ ഹിതത്തിന് വിരോധമായി ഹല്ലേലൂയ മുളയ്ക്കേണ്ട സ്ഥാനത്ത് മുളയ്ക്കാതെ പിന്നെ അവിടെ എന്നാ വെളുത്തു വരുന്നേ? ആ വിതച്ച വിത്ത് ഉണങ്ങിപ്പോയിട്ട് അല്ലെങ്കിൽ കെട്ടുപോയിട്ട് അവിടെ എന്നെ വരുന്നു? മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കുന്നു. അങ്ങനെ മുളപ്പിച്ചാൽ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു.
ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. ഹല്ലേലൂയ. അപ്പോ പലപ്പോഴും മഴ പെയ്തു, ഭൂമി ആ വെള്ളം എല്ലാം കുടിച്ചു. ജീസസ്. ആ കുറെ വഴി കടലിലോട്ടും പോകും. ജീസസ്. എന്നാൽ ഭൂമി കുടിക്കുന്നതിൻ്റെതായ ഹല്ലേലൂയ റിട്ടേൺ ആണ് എന്ത് ചെയ്ത് കൃഷി ചെയ്യുന്നവന്റെ ഹിതപ്രകാരമുള്ള സസ്യാദികളെ വിളയിക്കുന്നു. ജീസസ്. അപ്പൊ അങ്ങനെ വിളയുമ്പോൾ ഓർക്കുക, ദൈവത്തിന്റെ അനുഗ്രഹം അവിടെ വെളിപ്പെടുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്കറിയാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ ആ അനുഗ്രഹങ്ങളും ശാപങ്ങളും പറയുമ്പോൾ അവിടെ നിന്റെ കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നിന്റെ കൃഷിഫലം കന്നുകാലികളുടെ പേറും പുറപ്പും അനുഗ്രഹിക്കപ്പെടും. ആ 14 വാക്യത്തിൽ അനുഗ്രഹങ്ങൾ തന്നെ പറയുമ്പോൾ അവിടെ കൃഷിഫലത്തെ, കന്നുകാലികളെ ഓരോന്നിനെ എടുത്ത് അവിടെ പറയുന്നുണ്ട്. നീ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. അപ്പം വയലിലാണ് കൃഷി നടക്കുന്നത്. അപ്പം കൃഷിഫലം അനുഗ്രഹിക്കപ്പെടും. ഇവിടെ നോക്കി, മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. അന്നൊക്കെ കറക്റ്റ് ആ സ്തോത്ര സമയത്തിനായിരുന്നു മഴ പെയ്തുകൊണ്ടിരുന്നത്. ഇന്നും കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെയും കറക്റ്റായി മഴ പെയ്യുമായിരുന്നു. അതായത് കൃഷി ഇറക്കിയാൽ അതൊന്ന് കിളിർത്ത് കയറാൻ ഒരു മഴ. സ്തോത്രം. പിന്നെ ഹല്ലേലൂയ, അത് പിന്നെ അതിനൊരു വളം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്കുള്ള ഒരു വളർച്ച, അതിനുവേണ്ടി പിന്നെ അടുത്തൊരു മഴ. ഇങ്ങനെ ഓരോ സമയാസമയങ്ങൾ കൃത്യമായി ആ മഴ പെയ്യുമ്പോൾ കൃത്യമായി തന്നെ ഈ സസ്യാദികളും ഫലം പുറപ്പെടുവിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിലെ മാറിപ്പോയി, കാലാവസ്ഥ മാറിപ്പോയി. ജീസസ്. ഹല്ലേലൂയ. അപ്പം നോക്കിയ, പലപ്പോഴും പെയ്ത മഴ കുടിച്ചു ഭൂമി എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ. നമുക്കിനി ആത്മീയവശത്തിലേക്ക് നോക്കാം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവർ, ഹല്ലേലൂയ, സ്തോത്രം, പലപ്പോഴും പെയ്ത ആത്മമാരി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ മഴയിൽ നനഞ്ഞു. ജീസസ്. ഹല്ലേലൂയ. അതു നിമിത്തം ഹല്ലേലൂയ കൃഷിക്കാരൻ അല്ലെങ്കിൽ ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന നിലയിൽ ഫലം പുറപ്പെടുവിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ആത്മമാരി വേയിച്ചു കൊടുത്തത്. സക്കറിയാവിനെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യഹോവ മിന്നൽ പിണറുകളെ ഉണ്ടാക്കുന്നു. അവൻ വയലിലെ ഏത് സസ്യത്തിനും മാരി പെയ്യിച്ചു കൊടുക്കുന്നു. ജീസസ്. എന്തായാലും കണ്ടോ? അപ്പോ മിന്നൽ പിണറുകൾ ദൈവം അയക്കുന്നു, പുറകെ മാരി വേയിച്ചു കൊടുക്കുന്നു ഏത് സസ്യത്തിനും. അപ്പൊ ഏതൊക്കെ സസ്യങ്ങൾ അത് സ്വീകരിക്കുന്നു അവ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഫലപുഷ്ടിയുള്ള ഒരു ഫലം, നല്ല ഫലം പുറപ്പെടുവിക്കും. ജീസസ്. ഇതുപോലെ തന്നെ ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവിന്റെ മഴ പെയ്ത് ആത്മാവിന്റെ മഴയിൽ നനഞ്ഞ്. ജീസസ്. ഹല്ലേലൂയ. ആ ആത്മമഴയോടൊപ്പം വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൽ കൂടെ യേശുവിനോടുള്ള ആ ആഴമേറിയ ബന്ധത്തിൽ ഇറങ്ങിച്ചെന്ന് ജീസസ് ആഴത്തിൽ വേരൂന്നി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ആഴത്തിൽ നിന്ന് ഇറങ്ങി വലിച്ചെടുക്കുന്ന വെള്ളം പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ആ വലിച്ചെടുക്കുന്ന ആ ആത്മാശക്തിയാൽ പുറപ്പെട്ടു വരുന്ന ഫലങ്ങൾ കൃഷിക്കാരൻ അഥവാ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതായിരിക്കും. ജീസസ്. ഹല്ലേലൂയ. സദൃശവാക്യത്തിൽ നമ്മൾ ഇങ്ങനൊരു വാക്യം കാണുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സദൃശവാക്യം
18-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ വായിലെ വാക്ക് ആഴമുള്ള വെള്ളം, ജ്ഞാനത്തിന്റെ ഉറവ് ഒഴുക്കുള്ള തോടും ആകുന്നു. ഇനി 20:5 നോക്കിയേ. മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം, വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. അപ്പൊ ഈ ആത്മാവിന്റെ മഴ പെയ്ത് കുടിച്ച് ഭൂമി വെള്ളം കുടിച്ചാൽ എത്ര വെള്ളം കുടിച്ചാലും ആർക്കും അറിയാൻ പറ്റുമോ? ഒന്നും അറിയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് ആത്മാവിന്റെ മഴ പെയ്തിറങ്ങി അത് കുടിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിലെ ആലോചന ആഴമുള്ള വെള്ളം പോലെയാ. സ്തോത്രം. ഇനി ആരാത് തിരിച്ചു കോരിയെടുക്കുന്ന പറയുന്നേ, വിവേകമുള്ള പുരുഷനോ അത് കോരിയെടുക്കും. ഹല്ലേലൂയ. നമ്മളിവിടെ എബ്രായത്തിൽ വായിച്ചെന്ന ഹല്ലേലൂയ, സ്തോത്രം. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ മുളപ്പിക്കുന്നു എങ്കിൽ, വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവരും അനുഗ്രഹം ആഗ്രഹിക്കുന്നവരെ, അനുഗ്രഹം വേണ്ടാത്തവരാരുമില്ല. ജീസസ് ഹല്ലേലൂയ. എല്ലാവർക്കും അനുഗ്രഹമാവേണ്ടത്. പക്ഷേ ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിച്ചിട്ട് അനുഗ്രഹം മേടിക്കാമെന്നുള്ള ചിന്ത പലർക്കും ഇല്ല. അവർക്ക് അനുഗ്രഹം കിട്ടിയാൽ മതി. എതിരെ പോയാലും അനുഗ്രഹം കിട്ടണം, രോഗസൗഖ്യം കിട്ടണം, വിടുതൽ വേണം, ഇതൊക്കെ മതി. പക്ഷേ ദൈവത്തിന്റെ പ്രസാദം ലഭിച്ചിട്ട് അതിൽ കൂടെ ഇതെങ്ങനെ പ്രാപിക്കാമെന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. അവിടാണ് ഈ വാക്യം വരുന്നത്. ഏത്? മഴ പെയ്ച്ചു തന്നതാണ്, ആത്മമാരി അയച്ചതാണ് പലപ്പോഴും. പക്ഷേ സ്വീകരിക്കുവാൻ കഴിയാതെ പോയത് നിമിത്തം കൃഷിക്കാരൻ ആഗ്രഹിച്ച ഫലം പുറപ്പെടുവിച്ചില്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? അവിടെ യജമാനൻ ആഗ്രഹിച്ചതിന് വിരോധമായി മുള്ളും ഞെരിഞ്ഞിനും മുളച്ചു വന്നു. ജീസസ് ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മൾ ഈ നിൽക്കുന്ന കാലം അനേകരിൽ നിന്ന് മുള്ളും ഞെരിഞ്ഞിലുവാ മുളച്ചു വരുന്നത്. ജീസസ് അത് നിമിത്തം തന്നെ എന്ത് സംഭവിക്കുന്ന പറഞ്ഞേ, അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ജീസസ് പലപ്പോഴും തലമുറകളുടെ മേൽ പോലും അത് കെട്ടിവെപ്പായി ശാപം പിടിച്ചു വാങ്ങുന്ന ഒരനുഭവമാണ് നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഈ നാളുകളിൽ, നമ്മൾ നിൽക്കുന്ന ഈ അന്ത്യനാളുകളിൽ കർത്താവ് തന്റെ വാഗ്ദത്തം പോലെ ആത്മാവിന്റെ മാരി പെയ്ച്ചു തരുന്നുണ്ട്. ജീസസ് ഹല്ലേലൂയ. ആത്മമാരി പെയ്ച്ചു തരുന്നുണ്ട്. എന്നാൽ പലർക്കും അത് വേണ്ടുപോലെ സ്വീകരിക്കുവാൻ കഴിയുന്ന, പുറത്തുള്ളവരോടും അകത്തുള്ളവരോടും ഒരുപോലെയാ പറയുന്നത്. ജീസസ് ഹല്ലേലൂയ. നമുക്കറിയാം, യേശു കർത്താവ് വിത്തുകളുടെ ഉപമ പറയുമ്പോൾ ഹല്ലേലൂയ പോകുന്ന വഴിക്ക് കുറെ വിത്തുകൾ ഹല്ലേലൂയ നിലത്ത് വീണു. ജീസസ് അത് ചവിട്ടിപ്പോയി. പിന്നെ കുറെ വിത്തുകൾ ഹല്ലേലൂയ പാറസ്ഥലത്ത് വീണു. കിളുത്തെങ്കിലും വേരില്ലാഞ്ഞുകൊണ്ട് ഉണങ്ങിപ്പോയി. പിന്നെ കുറെ എണ്ണം മുള്ളുകളുടെ ഇടയിൽ വീണു. അല്ലെങ്കിൽ കിളുത്തെങ്കിലും മുള്ളു കുത്തുന്ന പോലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരെ കിട്ടേക്ക് പോയി. പിന്നെ ഏറ്റുകൂടി വന്നപ്പോൾ ചിലന്ത് ചെയ്തു, നല്ല നിലത്ത് വീണു, വിതച്ചു, നല്ല നിലത്ത് വിതച്ചു. അപ്പൊ നല്ല നിലമാകുന്ന, നല്ല ഹൃദയത്തിൽ ദൈവദിനമാകുന്ന വിത്ത് വിതച്ചു. സ്തോത്രം. പക്ഷെ ബലം വന്നപ്പം 30, 60, 100 ഏറ്റവും കുറവാ വന്ന ദിവസം. ചിലര് 30 നിന്നുപോയി, ചിലര് 60 നിന്നുപോയി. ചിലര് എവിടോട്ട് എത്തിയുള്ളൂ? 100ലേക്ക് എത്തുള്ളൂ. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഓർക്കുക,
ഹല്ലേലൂയ. പല പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി. എന്നാൽ ഏറ്റവും ഒടുവിൽ വന്ന് നല്ല നിലത്ത് വിതച്ചു, നല്ല ഹൃദയത്തിൽ നല്ല വിത്ത് വിതച്ചു. പക്ഷെ അടുത്ത പടി യേശുവിൽ കൂടെ, വചനത്തിൽ കൂടെ യേശുവിൽ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ വന്നത് നിമിത്തം അവർക്ക് അവരുടെ ലോകത്തിന്റെ മോഹങ്ങൾ വിവിധ നിലകളിൽ അവരെ ആകർഷിച്ച് അതിനകത്ത് പിടിച്ചു നിർത്തിയത് നിമിത്തം 30 തരാൻ കഴിഞ്ഞുള്ളൂ. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. കുറച്ചുകൂടെ ഒന്ന് യേശുവിനോട് അടുത്തവര് പിന്നെ അവരെ എല്ലാം പുറകോട്ട് പിടിക്കുന്ന പലവിധ കാര്യങ്ങൾ നിമിത്തം 60 എത്തിയുള്ളൂ. സകലവും വിട്ട് പൂർണ്ണമായി കർത്താവിനെ പിൻപറ്റിയവർ 100 ഹല്ലേലൂയ. ഇനി ആദ്യത്തെ 2-3 കൂട്ടരെ നോക്കിക്കേ. ഇവർക്ക് എന്നാ പറ്റിപ്പോയെ? മുള്ളിനിടയിൽ വീണവരെ, പാറപ്പുറത്ത് വീണവരെ, ഇവിടെ നല്ല വചനം കേട്ടവരാ. പക്ഷെ ഈ ഹല്ലേലൂയ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ എന്ന് പറഞ്ഞതുപോലെ ദൈവവചനം കേൾക്കാൻ അവസരം കിട്ടി. പക്ഷേ അവരിൽ നിന്ന് വന്നത് മുള്ളും ഞെരിഞ്ഞില. ഒരു കൂട്ടം ഹല്ലേലൂയ മുള്ളുകൊണ്ട് കുത്തുന്ന വിമർശകന്മാരായി മാറി. ഒരു കൂട്ടം ആരെയും അങ്ങോട്ട് അടുപ്പിക്കാത്ത ഞെരിഞ്ഞില് ആരെങ്കിലും അടുത്തുന്ന പറ്റിപ്പിടിച്ച് അവരെയും കൂടെ വല്ലാത്ത കഷ്ടത്തിലാക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഞെരിഞ്ഞിലിന്റെ സ്വഭാവമുള്ളവരായി മാറി. അത് നിമിത്തം എന്ത് സംഭവിച്ചു? ശാപഗ്രസ്തരായി പോയി. ജീസസ്. തലമുറകളും ശപിക്കപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നാൽ ഈ അന്ത്യനാളുകളിൽ ഹല്ലേലൂയ സ്തോത്രം യെശയ്യാപ്രവചനം ഹല്ലേലൂയ 5:10-11 നമുക്കൊന്ന് വരാം. യെശയ്യാപ്രവചനം 55:10-11. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്കും മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകാതെ വണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അവിടെ പറഞ്ഞു നോക്കിയ ആകാശത്തുനിന്ന് മഴയും ഹിമവും കണ്ടോ, മഴയും മഞ്ഞും ആകാശത്തുനിന്ന് പെയ്യുന്നു. സ്തോത്രം. അവിടേക്ക് മടങ്ങാതെ കണ്ടോ, ഈ മഴയും ഹിമവും ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതുപോലെ തിരിച്ചു പോകുകയില്ല. പിന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ ആദ്യം വായിച്ചതുപോലെ ഭൂമി അത് കുടിക്കുകയാണ്. കുടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ബലവത്താക്കി വിളയിക്കുന്നത് പോലെ. അല്ലേ? കണ്ട, അതൊരു വലിയ പ്രക്രിയ. ആകാശത്തുനിന്ന് മഞ്ഞും മഴയും, കാലാകാലം, ഒരു കാലത്ത് മഞ്ഞുണ്ട്, ഒരു കാലത്ത് മഴയുണ്ട്. ഇത് രണ്ടും ഭൂമിയിലേക്ക് വന്നിട്ട് ഭൂമിയെ നനച്ചിട്ട് മനുഷ്യനാഹാരത്തിന് വേണ്ടിയ ഹല്ലേലൂയ ഫലം പുറപ്പെടുവിക്കുന്ന തലത്തിൽ ഭൂമി ബലവത്തായിത്തീരുന്നു. സ്തോത്രം. എന്നിട്ട് ഇതുപോലെ തന്നെയാണ് ദൈവത്തിന്റെ വചനം. എന്റെ ഹല്ലേലൂയ സ്തോത്രം വചനം ആയിരിക്കും, അത് വെറുതെ. അപ്പം ദൈവം ഒരു വചനം അയച്ചാൽ അത് ഇറങ്ങി വന്നാൽ അതൊരു ക്രിയ ചെയ്യാതെ മടങ്ങി പോകത്തില്ല. അതവിടെ ഉദാഹരണം പറയാണ് ഈ മഴ പെയ്യുന്നതിന്റെ അനുഭവം. അപ്പം എന്റെ വായിൽ പുറപ്പെടുന്ന എന്റെ വചനം ആയിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യുന്നു. സ്വന്തം നമ്മൾ 107-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ തന്റെ വചനം അയച്ച് അവരുടെ ബന്ധനങ്ങളെ അറുത്തു. ജീസസ്. പിന്നെ പറയുന്നു, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി. നമുക്ക് ഈ സുലഭോയ്ക്ക് ജാതിക്കാരിയ സ്ത്രീ വന്നു, ഹല്ലേലൂയ, കർത്താവിനോട് അപേക്ഷിച്ചു. കർത്താവ് ഒറ്റക്കാരനിൽ പോകാം, നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭാവിക്കട്ടെ. ആ വാക്ക് പറഞ്ഞ നിമിഷം ദൂരത്ത് കിടന്ന ഭവനത്തിൽ കിടന്ന ആ സഹോദരിയുടെ മകളുടെ ബന്ധനം അഴിഞ്ഞു, അവൾ സ്വതന്ത്രയായി. ജീസസ്. കണ്ടു, അവൻ തന്നെ വചനം അയച്ച് അവളുടെ ബന്ധനങ്ങളെ അറുത്തു. അപ്പം ദൈവം സ്വർഗത്തിൽ നിന്ന് തന്റെ വചനം അയക്കുമ്പോൾ ആ വചനത്തിന്റെ ക്രിയ ചെയ്തിട്ടേ അത് തിരികെ പോകത്തുള്ളൂ, വെറുതെ മടങ്ങിപ്പോകത്തില്ല.
ജീസസ്. അതിൻ്റെ ഒരു ക്രിയ വെളിപ്പെടും. അപ്പൊ ആ ക്രിയ വെളിപ്പെടണമെങ്കിൽ സ്വീകരിക്കാൻ നിൽക്കുന്നവർക്ക് അതുപോലൊരു സമർപ്പണം ഉണ്ടാകണം. വിത്തുകളുടെ കാര്യം പറഞ്ഞല്ലോ. ആരെയും ചിലർക്ക് 30 വന്നുള്ളൂ, ചിലർക്ക് 60 വന്നുള്ളൂ, ചിലർ 100 വന്നു. അപ്പൊ ഈ 100 പ്രാപിക്കാൻ തക്കവണ്ണം ഒരു സമർപ്പണത്തോടെ നിൽക്കുന്നവരിലേക്ക് വചനം ഇറങ്ങി വന്ന് അതതിന്റെ ക്രിയ ചെയ്ത് അത് ഭൂമി വൃക്ഷ സസ്യാദികളെ മുളപ്പിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന പോലെ ആ വ്യക്തിയും അതുപോലെ ഫലം പുറപ്പെടുവിച്ച് ഹല്ലേലൂയ രക്തത്താൽ ജയമെടുക്കുന്നു. ദേശത്ത് രാജ്യത്ത് വിവിധ നിലകളിൽ അനേകർക്ക് ആശ്വാസമായി തീരത്തക്കവണ്ണം പക്ഷികൾ വന്ന് ഇരുന്ന് വിശ്രമിക്കുകയും കൂടുണ്ടാക്കി പാർക്കുകയും താഴെ മൃഗങ്ങൾ വന്ന് തണലിളച്ച് അവര് വിശ്രമിക്കുകയും മനുഷ്യൻ തണലത്ത് വന്നിരുന്ന് വിശ്രമിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വചനത്താൽ ആഴത്തിലേക്ക് ഇറങ്ങി ആഴത്തിൽ നിന്ന് വലിച്ചെടുത്ത് ഒരു വൃക്ഷം പോലെ വളർന്നു വരുന്ന അനേകരെ ഈ അന്ത്യനാളുകളിൽ എഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കുവാൻ അതേ 100ന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാകുവാൻ തക്കവണ്ണം ആർത്തിയോടെ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവ് നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മേൽ അതിനുള്ള വചനത്തെ അയക്കും. ആത്മാവിൽ നിങ്ങൾ ബലപ്പെടും. സദൃശവാക്യത്തിൽ നിന്നുള്ള പോലെ ആഴത്തിൽ നിന്നുള്ളത് നിങ്ങൾ കോരിയെടുക്കുവാൻ ഇടയാകും. അത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് വിടുതലായി തീരുവാൻ ഹല്ലേലൂയ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ ഇടയാകും. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ യേശു കർത്താവ് പറഞ്ഞ വചനം പോലെ ഒരു വശം തന്നെ പറഞ്ഞു, ഭൂമി സസ്യാദികളെ മുളപ്പിച്ച് കൃഷിക്കാരന് ഇഷ്ടമുള്ള ഫലം പുറപ്പെടുവിക്കുന്നു ജീസസ്. എന്നാൽ ഇത് ഏറ്റെടുക്കാതെ വരുമ്പോഴോ എന്ത് ചെയ്യുന്നു? മുള്ളും ഞെരിഞ്ഞിലും പുറപ്പെടുവിച്ചിട്ട് ഹല്ലേലൂയ അത് അനുഗ്രഹത്തിന് പകരം ശാപത്തിനടിമകളായി തീരുന്നു. ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ കർത്താവിനെ സ്നേഹിക്കുവാൻ, കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, ചേർന്ന് നടക്കുവാൻ ഹല്ലേലൂയ നമ്മളെ നമുക്ക് ഒരുക്കാം, നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവവചനന്റെ ശക്തിയോടെ ഈ നാളുകളിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ അതിന് എത്രത്തോളം പവർ ഉണ്ടോ നമുക്കറിയാം. ഈ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ദൈവത്തിന് എത്രത്തോളം പവർ ഉണ്ടോ അത്രത്തോളം പവർ ഈ വചനത്തിനുമുണ്ട്. അങ്ങനെയെങ്കിൽ ആ പവറിൽ അത് വെളിപ്പെട്ട് കാണുവാൻ ആ വചനം അതിന്റെ പൂർണ്ണ ശക്തിയിൽ വെളിപ്പെട്ട് കാണുവാൻ നമ്മളെ തന്നെ നമുക്ക് ഈ നാളുകളിൽ ഒന്ന് ഒരുക്കി കൊടുക്കാം. നമ്മളിൽ ആ വചനം 30-60 പ്രിയമുള്ളവരെ 100ലേക്ക് എത്തുന്ന ഒരു അനുഭവം പ്രാപിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഓരോരോ സമയങ്ങളിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം തന്റെ ആത്മാവിനെ മഴ പോലെ അയക്കുന്നുണ്ട്. ആർത്തിയുള്ളവരെ അത് അറിയാറുള്ളൂ, അല്ലാത്തവരെ അറിയുന്നില്ലവർ ജീസസ്. അവർ പിന്നെയും കാത്തിരിക്കും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. 10 കന്യകമാരിൽ 5 പേരെ പോലെ 5 പേർക്ക് എന്താണ്ടായിരുന്നു? ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? വിളക്കിൽ എണ്ണ കരുതി വെച്ചു. ബുദ്ധിയില്ലാത്തവർ എന്ത് ചെയ്തു? എണ്ണ കരുതിയില്ല. അതുകൊണ്ട് തന്നെ മണവാളൻ വരുന്നു എന്നുള്ള ആർപ്പ് കേട്ടപ്പോൾ വിളക്ക് കത്തിച്ചെങ്കിലും കെട്ടുപോയി ജീസസ്. പിന്നെ ഉണ്ടായിരുന്നവരോട് ചോദിച്ചു, ആര് പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാതെ വരും, അതുകൊണ്ട് വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കോളാൻ പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു കാര്യം മറക്കണ്ട, പരിശുദ്ധാത്മാവാക്കുന്ന എണ്ണ വിൽക്കുന്നവരാരും ഇല്ല. അതങ്ങനെ വിൽക്കാൻ കിട്ടുന്ന ഒരു സാധനമല്ല. ജീസസ് കാത്തിരുന്ന് പ്രാപിക്കണം. പ്രാപിച്ചാൽ മാത്രം പോരാ, അത് നിലനിർത്തണം, നമ്മുടെ കൂടെ കൊണ്ട് നടക്കണം. ഹല്ലേലൂയ പാത്രത്തെ എത്രത്തോളം വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ കഴിയുമോ അത്രത്തോളം ഈ പാത്രത്തിനകത്ത് എണ്ണ നിറഞ്ഞിരിക്കും. ജീസസ് പകരുവാനും കൂടെ ഇങ്ങോട്ട് ഒഴുക്കിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇരുന്നാൽ പോരെ കേട്ടോ. ഹല്ലേലൂയ അതായത് മാറ്റു ചാടിയുന്ന പോലെ നിരന്തരമായി പ്രാർത്ഥനയിൽ പോരാടി ആ എണ്ണയുടെ ഒഴുക്ക് നിന്നു പോകാതെ അത് പിന്നെയും പിന്നെയും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ജീസസ് മാത്രം പോരാ, പാത്രം ക്ലീൻ ആയിരിക്കണം. പാത്രം ക്ലീൻ ആണെങ്കിൽ
ഹാലേലൂയ. എണ്ണയുടെ ഒഴുക്ക് നിൽക്കാതെ ഒഴുകിക്കൊണ്ടേയിരിക്കാം. ഹാലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തിച്ചേരുവാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അങ്ങനെ ആർത്തിയുള്ളവരെയാണ് ഈ നാളിൽ കർത്താവ് നോക്കുന്നത്. ജീസസ്. ഹല്ലേലൂയ. വെറുതെ ഇരിക്കാൻ കിട്ടിയത് എനിക്ക് എന്തായാലും രക്ഷ കിട്ടിയല്ലോ, ഞാനിവിടെ അങ്ങ് വെറുതെ ഇരുന്നോളാം, ആർക്കും ഒരു ശല്യത്തിന് പോകുന്നില്ലെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവർക്ക് അല്ലിത് കൊടുക്കുന്നത് പ്രയോജനപ്പെടുവാൻ ആർത്തിയുള്ളവർക്ക്. ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരെയും ആർത്തി മനോഭാവങ്ങൾ എല്ലാം നന്നായി അറിയുന്ന കർത്താവ്. സങ്കീർത്തനക്കാരൻ പറഞ്ഞ യഹോവേ, ഹാലേലൂയ, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും എന്റെ നടപ്പും കിടപ്പും ദൂരത്ത് നിഗ്രഹിക്കുന്നല്ലോ. അതെ, ഹാലേലൂയ. നമ്മുടെ നടപ്പും കിടപ്പും, ഹല്ലേലൂയ, ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഹൃദയത്തിന്റെ നിരൂപണങ്ങളും ദൂരത്തു നിഗ്രഹിക്കുന്ന നമ്മുടെ കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ, ആർത്തി, ഇതെല്ലാം കർത്താവ് അറിയുന്നു. അവൻ ആർത്തിയുള്ളവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. വെറുതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ട് സ്വർഗത്തിൽ പോയി ലജ്ജയ്ക്കോ നിത്യലജ്ജയ്ക്കോ തീരുവാനല്ല, മറിച്ച് ഒരു കിരീടവുമായി നിൽക്കത്തക്കവണ്ണം കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുവാൻ നമുക്കൊരാർത്തി വരട്ടെ. പ്രായവും സമയവും കാലവും ഒന്നും അതിനൊരു വിഷയമല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ സമർപ്പണം, നമ്മുടെ തീരുമാനം, ഹാലേലൂയ, കർത്താവിനോട് നമ്മുടെ മനോഭാവം, ഹാലേലൂയ, ഇതൊക്കെ നോക്കിയിട്ടാണ് കർത്താവ് പകരുന്നത്. പലതും മേടിക്കണമെങ്കിൽ നല്ലൊരു മൽപ്പിടുത്തം തന്നെ നടത്തണം. പലപ്പോഴും കുറെ നാൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇട്ടിട്ട് പോകാറാ പതിവ്. പക്ഷെ കർത്താവ് തന്നെ പറഞ്ഞു, ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം വീണ്ടോടും മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അതേ, കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ നമ്മൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ലജ്ജ കൂടാതെ മുട്ടിക്കണം. രക്ഷ നമുക്ക് സൗജന്യമാണ്. ഇങ്ങനെയൊന്നും മുട്ടിക്കണ്ട. കർത്താവെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് സമർപ്പിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ രക്ഷ സൗജന്യമായി കിട്ടും. പക്ഷെ അടുത്ത ഓരോ പടികൾ കയറണമെങ്കിൽ അതുപോലെ നമ്മൾ വില കൊടുക്കാൻ തയ്യാറാകണം. ലജ്ജ കൂടാതെ മുട്ടിക്കണം. ഹല്ലേലൂയ. ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അവിടെയാണ് കർത്താവിനെ ചലിപ്പിക്കുന്നത് ജീസസ്. ഹല്ലേലൂയ. ആ ചലനം അല്ലെങ്കിൽ ആ പ്രാർത്ഥന അതുപോലെ കർത്താവിനെ സ്പർശിക്കുമ്പോഴാണ് ഹല്ലേലൂയ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നുള്ള ചോദ്യവുമായി അടുത്തു വരുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനെ നമ്മളോട് ഇടപെടാൻ തുടങ്ങുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ അന്ത്യനാളുകളിൽ ഹല്ലേലൂയ നമുക്ക് വേണ്ടി അയച്ചു തന്ന ആത്മമാരി കൊണ്ട്, അല്ലെങ്കിൽ മഴ പെയ്തിട്ട മഴ കൊണ്ട് സസ്യാദികൾ മുളപ്പിച്ച് കൃഷിക്കാരന് സന്തോഷം വരുത്തുന്ന പോലെ ഈ നാളുകളിൽ നമുക്ക് വേണ്ടി അയക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മഴ, അത് സ്വീകരിച്ച് അത് നമ്മെ തന്നെ പുഷ്ടിയുള്ളവരാക്കി, നമ്മെ തന്നെ കർത്താവിന് ഫലം പുറപ്പിക്കുന്നവരാക്കി മാറ്റുവാൻ നമ്മളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കും. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. ലൂറ റമല ഹർഷേ റിമലി അർത്ഥപ്രവരക റൈഡേ റമലി അജമന ഘടക റിമന ഘടക റഗന അർത്ഥന റിമല ഹന്തൽ പ്രവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആഴത്തിലേക്ക് ഇറങ്ങി വേരുന്നുവാൻ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ആഴത്തിലേക്ക് ഇറങ്ങി വേരുന്നുമ്പോൾ യേശുമായി ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ നമുക്കിടയാകും. പരിശുദ്ധാത്മാവ് അതിനായി നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ 100 മേനി ഫലമുള്ളവരായി തീരുവാൻ ഇടയാകും. ഈ നാളുകളിൽ അങ്ങനെ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരെയാ കർത്താവിന് വേണ്ടിയത്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഓ, താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അസ്തനപ്രമന. നന്ദി പരിശുദ്ധാത്മാവേ. നന്ദി യേശുവേ. ലൂറ ജഗര ഹൽഷി റബരി
അജന രാജ റഗതല ഹത്തുരി ഹന്തൽ പ്രവാരക റൈഡ ബറുഖവറേതക അർത്ഥപ്രവരക റൈഷയിറവരെ അടകക്ഷയുടെയും ഈവൽക്കറുക അൽക്കന റഗന ഘടക റിവര. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഓ ജീസസ്, ജീസസ്. മേൽക്കൂര തകർന്നു പോയതുപോലെ ഹല്ലേലൂയ ജീസസ്. ജീവിതത്തിന്റെ യാത്രയിൽ മേൽക്കൂര തകർന്നു പോയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തകർന്നു നിൽക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണുകയാണ്. ഷൂഡാറവന ഹസ്തല മധുര ഔഡാ റാവ റബൽഷി വറക്ക ക്ഷാലക രാജക റന്ധര ജഗൽക്കന ഘടകവർ അബ്ദുൽ കടകര തകർന്നുപോയതിനെ പണിയുവാൻ ജീസസ്. പ്രിയമുള്ളവരെ, ആരെക്കാളും നല്ല പണിക്കാരൻ യേശു കർത്താവ് ജീസസ്. ഹല്ലേലൂയ. മറ്റാരും പണിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ തകർന്നുപോയതിനെ പണിതെടുക്കുന്ന യേശുവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ, ഏൽപ്പിച്ചു കൊടുക്കുവാൻ മനസ്സുണ്ടോ? കർത്താവ് നിങ്ങൾ പണിയും. നമ്മൾ ഈ വചനം പോലെ കർത്താവ് പരിശുദ്ധാത്മാവിനെ മണിയായിരിക്കും. നിങ്ങൾ ആ നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഷൂഡാറവന അൽഹനാറഗതന അജനമനഘടകവർ അന്തരപ്രവരകസ്യ റസ്തനെ റഗതനെ ഹനാദി അജന ഗനഘടകവർ അങ്കൽഘടകര ഹസ്തേ നിവരി അർത്ഥരപ്രവരക റൈഷി നിവരി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓ റാഷി മറകര ബൗഡി റവരി. നമുക്കറിയാം, പെരുമ്പാമ്പ് ആലേലിയ മൃഗങ്ങളെ എന്ത് ചെയ്യും? അത് ചുറ്റും ആലേലുയ്യ ചുറ്റി 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 ആലേലിയ ഒരു പരുവത്തിലാക്കിയിട്ടാണ് അത് വിഴുങ്ങാൻ തുടങ്ങുന്നത്. ജീസസ് ഇതുപോലെ ചുറ്റിയിരിക്കുന്ന ചിലത് ജീസസ് ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ ചുറ്റിയിരിക്കുകയാണ്. ജീസസ് വിടുകേല വിടുകേലെന്ന് പറഞ്ഞ് റൂഡാ റബല. എന്നാൽ ഹാലേലുയ്യ ഏത് ചുറ്റലിനെയും അഴിക്കുവാൻ, ഏത് വിടുതലെന്ന് പറയുന്നതിൽ നിന്ന് വിടുവിക്കുവാൻ യേശു മതിയായവൻ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന അനുഭവങ്ങളിൽ യേശുവിനെ സമയത്തിലേക്ക് അടുത്ത് ഏൽപ്പിച്ചു കൊടുത്തേ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനില്ലേ. ചുറ്റഴിഞ്ഞിരിക്കും, അഴിഞ്ഞിരിക്കും. ഹാലേലിയ. ഉൽപ്പത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, അവന്റെ കെട്ടഴിഞ്ഞു പോകുമ്പോൾ നീ സ്വതന്ത്രനാകുമെന്ന്. ഹാലേലിയ. യാക്കോബ് ഏശാവിനോട് പറയുന്ന പോലെ ചുറ്റഴിച്ച് സ്വതന്ത്രനാക്കുവാൻ കഴിയുന്ന യേശുവിന്റെ അടുക്കിലേക്ക് നമുക്ക് അടുക്കുകയല്ല. നീ വക്ഷമാനക നിമനാറകന അൽക്കന റഗതനാദി അജനമനഘടക പറാന്തര പ്രവരകസ് റൈഷ കരകരകർത്തേരി വരി അതരേ റഗതരേ അതരഘടാധികർ അക്തുപരക്ഷമ രാജകരസ്തര അന്തരപ്രവരകറൈഡേ റവലി അടകരഘടക അടകാതി വരി. ഹല്ലേലൂയ. നിങ്ങളുടെ ആദരങ്ങളെ സൂക്ഷിക്കണമെന്ന് ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ വാഗൊണ്ട് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവഹിതമില്ലാത്തത് പറയരുത്. ഹല്ലേലൂയ. കർത്താവിനെ പറഞ്ഞില്ലേ, യേശു എന്ന് പറഞ്ഞാൽ യേശു, നോ എന്ന് പറഞ്ഞാൽ നോ. അതിനപ്പുറത്തേതെല്ലാം ദുഷ്ടങ്ങൾ വരുന്നു. വെറുതെ ഹല്ലേലൂയ നമ്മൾ അനാവശ്യമായ വാക്കുകൾ പ്രയോഗിക്കരുത്. അത് പലപ്പോഴും പിശാചിന് ഇടം കൊടുക്കുന്നതായിരിക്കും. റൂഡാറവര ഹടകാറവര അർത്ഥനാറകന അജമന ഘടകവർ അന്തരപ്രവരകസ് പൗഡേറവരെ അടകാറിവരെ അർത്ഥലാറികല ഹജല ഹജല ഘടകവ രാജക ജനാദിയ നഗതനാദിയ അസ്തനക്ഷമന ഘടകവന അന്തരപ്രവര റൈഷി റവരെ അടകക്ഷയുടെ റീമൽ കറുകെ അർത്ഥേ റവരെ അന്തര മധുരെ പൗഡേ റവരെ അത്തുര മധുര പൗഡ റവര അടകന ഘടക അടക അറിവര് വലിയ ഗോപുരം ചരിഞ്ഞ് മറിഞ്ഞു വീഴുന്നത് പോലെ ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നു. ഓ ഹല്ലേലൂയ. ഒടിയോതിൽ അനർത്ഥം സംഭവിക്കാൻ പോവുകയാണ്. റൂഡാറവന ഉണർന്ന് പ്രാർത്ഥിക്കട്ടെ. റൂഡേ റവന ഹസ്തനെ അന്തൽ പ്രമനക നൈഷേ റവനെ അർദാനാജാനഗതര അത്തുരാദിയാലക ഷൈഡപ്രവനകസ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. Thank you, Holy Spirit. Thank you, Holy Spirit. Ruvakshabaraka rastala madhuje baude rabale. Thank you, Jesus. Thank you, Jesus. Lura rabala hasre rabale handala madhuje baude rabale hattula madhuja bauda rabala
നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ നിന്ന് എന്തോ അഴിഞ്ഞു പോകുന്നത് പോലെ ഒരു അനുഭവം ചിലർ പ്രാപിക്കുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുത്തു. റൂഢാറാഘാരകതന അജനാറകമന ഹസ്തനി ഹന്തൽ പ്രഭാരന റൈഡല ഘടകല ഘടകാരികതല അബ്ദുൽ ശരാജര ജഗന്ധരാദി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് പുല്ല് കിളുക്കാതിരിക്കാൻ വേണ്ടി ഈ പ്ലാസ്റ്റിക്കിന്റെ കനം കുറഞ്ഞൊരു ഷീറ്റ് വിരിക്കും. അതിന്റെ മുകളിൽ ചെറിയ ചിപ്സ് അല്പം കനത്തിലൊന്ന് നിരത്തും. ജീസസ്. പുല്ല് കിളുത്ത് കയറാതിരിക്കാൻ. ജീസസ്. നമുക്കറിയാം ഈ ചിപ്സ് പുറമേ കാണുമ്പോൾ നല്ല മനോഹരമാണ്, ചെളിയൊന്നുമില്ല, പുല്ലുമില്ല, വൃത്തിയായിരിക്കും. പക്ഷെ ഇതിന്റെ അടിയിലോട്ട് നോക്കിയാൽ ഒരു കറുത്ത ഷീറ്റ് അവിടെ കിടപ്പുണ്ട്. ആ ഷീറ്റിന്റെ അടി നോക്കിയാൽ മണ്ണ്. ജീസസ്. ഇതുപോലെ ചിലരെ ദൈവാത്മാ കാണുന്നുണ്ട്. ജീസസ്. പുറമേയുള്ള പ്രകടനമൊന്നും കർത്താവിന് വേണ്ട. അകമാണ് വൃത്തിയായിരിക്കണം, അകം ഭംഗിയായിരിക്കണം. അകത്തെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, എന്റെ ദാസനെ ദാസിയെ. എന്നിട്ട് ഭക്തന്മാരുടെ പേരും ചൊല്ലി വിളിക്കുന്നത് അകത്തേക്ക് നോക്കിയിട്ടാണ്. ആ ഷീറ്റ് കൊണ്ട് എത്ര മറച്ചു വെച്ചാലും കുറെ കഴിയുമ്പോൾ നമുക്കറിയാം ഷീറ്റ് കീറിയെങ്കിൽ മണ്ണും അതെല്ലാം വെളിപ്പെട്ട് വരും. ജീസസ്. എല്ലാം മറച്ചു വെക്കുന്നതിന് ഒരു സമയമുണ്ട്. അതിനപ്പുറം കഴിഞ്ഞാൽ കർത്താവിനെ പറഞ്ഞില്ലേ, അറയിൽ ഘോഷിച്ചത് പുരമുകളിൽ ഘോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അറയിൽ പറഞ്ഞ് രഹസ്യമായി സംസാരിച്ചത് പുരമുകളിൽ ഘോഷിക്കും. ഇതുപോലെ വെളിപ്പെട്ട് വരും. ജീസസ്. എന്നെ ഒളിച്ചു വെച്ചാലും ഇതുപോലെ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. സ്തോത്രം. കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് ഈ ദിവസങ്ങളെ വചനം പോലെ ഞാനൊന്നുകൂടെ വായിച്ചു നിർത്താം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർ ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ദൈവം പകർന്നു തന്ന ആ മഴ വേണ്ടുപോലെ കുടിച്ച് അതിൽ കൂടെ എന്ത് കൊടുക്കണം? ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള ഫലം പുറപ്പെടുവിക്കണം. അപ്പോ അത് ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായി മാറും. ആ അനുഗ്രഹത്തെ തട്ടിപ്പറിക്കാൻ ആർക്കും കഴിയില്ല. അത് അബ്രഹാമിനോട് പറഞ്ഞ അനുഗ്രഹം. ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. അതേ എബ്രാഹിം 6-ാം അധ്യായം തന്നെ പറയുന്നുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം ഒന്നുകൂടി, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. കണ്ടോ? അപ്പം കൃഷി ചെയ്ത് നല്ല സസ്യാദികളൊക്കെ മുളച്ച് നല്ല ഫലം വന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ വർദ്ധനവ് വരിക. അഥവാ ദൈവത്തിന്റെ അനുഗ്രഹം വരുന്നതോടുകൂടെ വർദ്ധനവ് വരിക. ജീസസ്. ഹല്ലേലൂയ. അനേകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ. നമുക്കറിയാം അബ്രഹാമിന്റെ ഭവനം എന്ന് പറയുന്നത് 318 അഭ്യാസികൾ തന്നെ ഹല്ലേലൂയ ഉണ്ടായിരുന്ന ഒരു വീട്. ബാക്കിയുള്ളൊരു പേര് ദാസീദാസന്മാര്, ആടുകളെ മേടുകാലും കന്നുകാലികളൊക്കെ മേയ്ക്കുന്നവർ വേറെ, ഇവരുടെ ഭാര്യമാരും മക്കളും വേറെ, ഇങ്ങനെ. അപ്പൊ അതൊരു വലിയ കൂട്ടമായിരുന്നു അവിടെ തന്നെ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ചത് കൊണ്ടാണ്. ജീസസ്. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ വാസ്തവമായി കഷ്ടകാലാണെന്ന് മറക്കണ്ട. പൈശാചിക പോരുകളുടെ വലിയ വല്ലാത്ത കാലത്താണെന്ന് മറക്കണ്ട. പക്ഷേ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഇറങ്ങി വരുവാൻ ഈ വചനം പോലെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പരിശുദ്ധ ആത്മാവ് കൂടെ നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. നമ്മളോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച്
ആലോചന പറഞ്ഞു തരും. ജീസസ് ആലോചന പറഞ്ഞൊന്ന് വഴി നടത്തുന്ന നല്ല കർത്താവിനെ ഈ ദിവസങ്ങൾ ശക്തമായി സേവിക്കുവാൻ, ആരാധിക്കുവാൻ, ആ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അതിൽ ഉറച്ച് അവരിവരൊക്കെ പറയുന്ന കേട്ട് പതറിപ്പോകാതെ, അവരിവരൊന്നും പറയുന്നതല്ല നമ്മൾ കേൾക്കണ്ടേ. പുസ്തകങ്ങൾ എന്ത് പറയുന്നു അല്ല കേൾക്കണ്ടേ. വചനം എന്ത് പറയുന്നു, യേശു എന്ന് പറയുന്നു, അതാ കേൾക്കണ്ടത്. പരിശുദ്ധാത്മാവ് എന്ത് പറയുന്നു, സകല സത്യത്തിൽ നടത്തുന്നുണ്ടോ, അതാ കേൾക്കണ്ടത്. ജീസസ് അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം സമയം ഞങ്ങളുടെ സന്നിധിയിരിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ പോഷിപ്പിച്ചതിനായി സ്തോത്രം. അങ്ങ് തന്ന ആലോചനകൾക്കായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കും. യേശുപ്പ, ഓരോരുത്തരെയും ആവശ്യങ്ങൾ അറിയുന്ന ദൈവമേ, അവരുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലങ്ങളും ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ എല്ലാം ഇവിടുന്ന് അറിയുന്നില്ല. അങ്ങയുടെ തൃക്കരം തൊടണമേ, തലോടണമേ, അങ്ങവരെ അനുഗ്രഹിക്കണമേ. വചനം പറയുന്ന പോലെ അങ്ങയുടെ അനുഗ്രഹം ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരണം. അത് പ്രാപിക്കുവാനുള്ള ആർത്തിയോടെ അങ്ങയുടെ പറ്റിയിരിക്കുവാൻ കർത്താവ് സഹായിക്കണം. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുക. യേശുപ്പ, കരുണ തോന്നണമേ. ഹല്ലേലൂയ. പ്രാർത്ഥനകളുടേതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ ധന്യ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളെ കാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയ മിന്നൽ പിണറുകൾ ഇറങ്ങി വരുന്നത് പോലെ, ഇടിമിന്നൽ വരുന്ന പോലെ ദൈവത്തിന്റെ ശക്തമായ തേജസ്സും പ്രകാശവും വെളിപ്പെടുന്ന കാണുവാനിടയായി ആർത്തിയുള്ളവർ പ്രാപിക്കട്ടെ, പ്രാപിക്കട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം ഞങ്ങൾ പ്രാർത്ഥന വിഷയങ്ങളോടും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്ന് മുതൽ കർത്താവിന്റെ വരി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനകളിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. രാജാവായ യേശുവേ, വേഗം വരണമേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.